ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ സിജി ബിജുസ് അക്കാദമി. എൻ്റെ പേര് സിജി ബിജു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് മൊഡ്യൂൾ 7 നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് 10 മാർക്കാണ് മൊഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എൻവയോൺമെന്റ്, അതായത് ബേസിക് കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കിയേ, ടോപ്പിക് ഉണ്ടല്ലോ, മൊഡ്യൂൾ 7 ആണ്. ബേസിക് കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ്, ഡിസേർട്ട്, അക്വാട്ടിക് എക്കോസിസ്റ്റംസ്, റിവേഴ്സ് ഓഫ് കേരള, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, വാട്ടർ, എയർ ആൻഡ് സോയിൽ, കണ്ടാമിനൻസ്, പെസ്റ്റിസൈഡ്സ്, മെറ്റൽസ്, ഗേഷ്യസ് പൊളൂട്ടൻസ്, environmental movements, international and national organization for environmental protection, wildlife sanctuaries, national park and biosphere reserve in Kerala, global environmental issues, global warming, ozone depletion, climate change, environmental impact assessment and developmental projects, environmental auditing, green auditing, environmental laws in India. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമ്മൾ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ്, ബേസിക് കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ജൈവ വൈവിധ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ജലത്തിന്റെ ഉപ്പിന്റെ അളവ്, ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം, കാട്ടിലെ മരങ്ങളുടെ എണ്ണം, മനുഷ്യനോടുള്ള പരിസ്ഥിതി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഏതാണ് ഇന്നത്തെ ആൻസർ ആയിട്ട് വരുന്നത്? ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ജീവജാലങ്ങളുടെ വൈവിധ്യമാണ് ജൈവ വൈവിധ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ജൈവ വൈവിധ്യ പ്രദേശം എന്ന് പറയുന്നത് ഏതാണോ? പശ്ചിമഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ളത്. പശ്ചിമഘട്ടത്തിലാണ്. ക്ലിയർ? നമുക്ക് ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോയിട്ട് വരാം. എന്താണ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ എന്താണ് ഇക്കോളജിക്കൽ സിസ്റ്റം എന്നൊക്കെയുള്ള നമുക്കൊന്ന് നോക്കാം. അതായത് ജീവീയ ഘടകങ്ങളും വരുന്നുണ്ട്, അജീവീയ ഘടകങ്ങളും രണ്ടും കൂടെ വരുന്നതാണ് പരിസ്ഥിതി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ജീവീയ ഘടകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്? അതായത് ജീവനുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ജീവീയ ഘടകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സസ്യങ്ങളും ജന്തുക്കളും എല്ലാം വരുന്നതാണ് ജീവീയ ഘടകങ്ങൾ. അജീവീയ ഘടകങ്ങളാണ് സൂര്യപ്രകാശം, ജലം, ഊഷ്മാവ്, മഴ, കാർബൺ ഡൈ ഓക്സൈഡ്, കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇവയെല്ലാം എന്താണ്? അജീവീയ ഘടകങ്ങളാണ്. അപ്പം ആവാസ വ്യവസ്ഥ ഇൻക്ലൂഡ്സ് എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് ജീവനുള്ളവയും ഇല്ലാത്തവയും വരും. രണ്ടിന്റെയും കൂടെ ഒരു സമന്വയമാണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ജീവീയ ഘടകത്തിനകത്ത് ഹരിതസസ്യങ്ങളും പുൽച്ചാടിയും ബാക്ടീരിയയും ഇതെല്ലാം വരുന്നുണ്ട്. അജീവീയമാണെങ്കിൽ സൂര്യപ്രകാശം, ജലം, ഊഷ്മാവ്, മഴ, കാർബൺ ഡൈ ഓക്സൈഡ്, കാൽഷ്യം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് പല രീതിയിലുള്ള സിസ്റ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ജീവീയ ഘടകവും അജീവീയ ഘടകവും. അപ്പൊ അതുപോലെ തന്നെ ഇക്കോളജിക്കൽ സിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അധിവാസ കേന്ദ്രത്തിൽ വസിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ജീവജാലങ്ങൾ അവിടെയുള്ള അജീവീയ ഘടകങ്ങളുമായി നടത്തുന്ന പരസ്പര പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥ. അതായത് ജീവജാലങ്ങൾ അവിടെയുള്ള അജീവീയ ഘടകങ്ങൾ, നമ്മളിപ്പോ ആ രണ്ട് കാര്യങ്ങൾ പണ്ടല്ലോ, അവ തമ്മിലുള്ള ഒരു പരസ്പര പൂരണമാണ് ആവാസ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആവാസ വ്യവസ്ഥകൾ നോർമലി കരയിലെ ആവാസ വ്യവസ്ഥയും ജലത്തിലെ ആവാസ വ്യവസ്ഥയും എന്ന് തരംതിരിച്ചിട്ടുണ്ട്, കരയിലേതെന്നും ജലത്തിലേതെന്നും. ഇനി ബയോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ ഭൂപ്രദേശത്തുള്ള സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സമൂഹത്തിനെ പറയുന്നു. ഇപ്പൊ ജീവിവർഗം, ജീവനുള്ളവ, സസ്യങ്ങളും ആയാലും ജന്തുക്കളായാലും അതിന്റെ ഒരു സമൂഹത്തിന് പറയുന്ന പേരാണ് ബയോമുകൾ എന്ന് പറഞ്ഞത്. വിശാലമായ ഭൂപ്രദേശത്തുള്ള സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സമൂഹമാണ് ബയോമുകൾ എന്ന് പറഞ്ഞത്. ഇനി കരയിലെ ആവാസ വ്യവസ്ഥയെ തന്നെ നമ്മൾ വിവിധ ബയോമുകളായി തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഇനി ഒരു പ്രദേശത്തെ പ്രത്യേക പാരിസ്ഥിതിക സാഹചര്യം അനുരൂപപ്പെട്ട് കഴിയുന്ന ജൈവ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സമൂഹമാണ് ബയോം. ഇപ്പൊ മരുഭൂമിയിലൊക്കെ ആണെങ്കിൽ ഒട്ടകം പോലെയൊക്കെ ഉള്ളത് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതാത്
പരിസ്ഥിതിയുടെ സാഹചര്യവുമായി രൂപപ്പെട്ട് കാണപ്പെടുന്ന ഉള്ളതായിരിക്കും ആ ബയോമിലുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി കാലാവസ്ഥ അനുസരിച്ച് കരയിലെ ബയോമുകളുടെ അതിർത്തിയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു. നമ്മളുടെ മനുഷ്യർക്കായാൽ പോലും കളേഴ്സ് ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പല പല ജീവികളും അതായത് ഈ ഇന്ത്യയിലെ കാലാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഇവിടെ ഉണ്ടാകുന്ന പല പ്രൊഡക്ട്സുകളും അങ്ങോട്ടേക്ക് UP-യിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവത്തില്ല. അതുപോലെ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കാശ്മീർ ഉണ്ടാവത്തില്ല. അങ്ങനെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന ജീവജാലങ്ങളും വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആയാലും ഒക്കെ വ്യത്യാസമായിരിക്കും എന്ന് പറയത്തില്ലേ. അപ്പൊ അതാണ് ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനങ്ങള്, പുൽമേട്, മരുഭൂമി, തുന്ദ്ര പ്രദേശം എന്നിവ കരയിലെ പ്രധാനപ്പെട്ട ബയോമുകളിൽ ഉൾപ്പെടുന്നു. അപ്പൊ തുന്ദ്ര പ്രദേശവും മരുഭൂമിയും പുൽമേടും വനങ്ങളും ഒക്കെ ഏത് ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ബയോമുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? കരയിൽ ഉൾപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ബയോം കൺസിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. അപ്പൊ അത് മൊത്തത്തിൽ ബയോമുകൾ എന്ന് പറയുന്നുണ്ട്. കരയിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? വനങ്ങൾ, പുൽമേടുകൾ, മരുഭൂമികൾ, തുന്ദ്രാപ്രദേശം ഇവയെ എല്ലാം കരയിലെ പ്രധാനപ്പെട്ട ബയോമുകളാണ്. ഇനി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയണം. പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി അനുരൂപപ്പെട്ട് കഴിയുന്ന ജൈവ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സമൂഹമാണ് ബയോം. ആവാസ വ്യവസ്ഥയെ വിവിധ ബയോമുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കരയിലേത്. ക്ലിയർ ആണല്ലോ? ഈ ജലമാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തിലെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ശുദ്ധജലവുമുണ്ട്, സമുദ്രജലവുമുണ്ട്. ഇപ്പൊ ജലത്തിലെ ആവാസ വ്യവസ്ഥയെ ശുദ്ധജല ആവാസ വ്യവസ്ഥയെന്നും സമുദ്രജല ആവാസ വ്യവസ്ഥയെന്നും തരംതിരിച്ചിരിക്കുന്നുണ്ട്. സമുദ്രങ്ങളും അഴിമുഖങ്ങളും പവിഴപ്പുറ്റുകളും ആണ് സമുദ്രജല ആവാസ വ്യവസ്ഥയിൽ വരുന്നത്. അപ്പം എന്തൊക്കെയാണ് സമുദ്രജല ആവാസ വ്യവസ്ഥയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രങ്ങളും അഴിമുഖങ്ങളും പവിഴപ്പുറ്റുകളുമാണെന്ന കാര്യം ഓർത്തുവച്ചേക്കുക. എന്തൊക്കെയാണ്? സമുദ്രങ്ങളും അഴിമുഖങ്ങളും പവിഴപ്പുറ്റുകളുമാണ് സമുദ്രജല ആവാസ വ്യവസ്ഥയിൽ വരുന്നത്. ഇനി ശുദ്ധജലമാണെങ്കിൽ എന്ത് പറയുന്നുണ്ട്? കുളങ്ങളും തോടുകളും പുഴകളും ചതുപ്പുകളും എവിടെ വരുന്നുണ്ട്? ശുദ്ധജല ആവാസ വ്യവസ്ഥ. ഇപ്പൊ ജലത്തിലെ ആവാസ വ്യവസ്ഥയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സമുദ്രജല ആവാസ വ്യവസ്ഥയെന്നും ശുദ്ധജല ആവാസ വ്യവസ്ഥയെന്നും. സമുദ്രങ്ങളും അഴിമുഖങ്ങളും പവിഴപ്പുറ്റുകളും ആണെങ്കിൽ സമുദ്രജല ആവാസ വ്യവസ്ഥയിലും, കുളങ്ങളും തോടുകളും പുഴകളും ഒക്കെ ആണ് എങ്കിൽ ജലത്തിലെ ആവാസ വ്യവസ്ഥയിലും ആണ് വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. നന്നായിട്ട് ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു കിട്ടും. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് വേണ്ടാണ്. കാർബോഹൈഡ്രേറ്റും സൂര്യപ്രകാശവും ഉപയോഗിച്ച് സസ്യങ്ങൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ് പ്രകാശ സംശ്ലേഷണം. ഇപ്പൊ നമുക്ക് ഉപഭോക്താക്കൾക്കകത്ത് ആ ഒരു കാറ്റഗറീസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ, ഇതെല്ലാം എന്തിനകത്താണ്? ഉപഭോക്താക്കളുടെ കാറ്റഗറിയിൽ. അപ്പൊ അതായത് സസ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു എക്കോസിസ്റ്റം ഒക്കെ വരുന്ന സമയത്ത് എന്തായിട്ടാണ് വരുന്നത്? ഉൽപാദകർ ആണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്, അല്ലെ? ബാക്കിയുള്ളവരെല്ലാം എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. സസ്യഭോജികളായിട്ടുള്ള മൃഗങ്ങളാണ് പ്രാഥമികമായിട്ടുള്ള ഉപഭോക്താക്കൾ വരുന്നത്. ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഏതു കാറ്റഗറിയിൽ വരുന്നു? മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളാണ്. അപ്പൊ സസ്യഭോജികളായ മൃഗങ്ങളെ ഭക്ഷിക്കുന്നവരാണ് ദ്വിതീയ ഉപഭോക്താക്കൾ. ഇനി മാംസഭോജികളെ ഭക്ഷിക്കുന്നവരാണ് തൃതീയ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി SCERT-ക്കകത്ത് 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യഭോജികളായിട്ടുള്ള മൃഗങ്ങൾ, ദ്വിതീയ ഉപഭോക്താക്കൾ സസ്യഭോജികളായിട്ടുള്ള മൃഗങ്ങളെ ഭക്ഷിക്കുന്നവർ, തൃതീയമാണെങ്കിൽ മാംസഭോജികളായിട്ടുള്ള പരുന്ത്, കീരി തുടങ്ങിയവ തൃതീയ ഉപഭോക്താക്കൾക്ക് ഉദാഹരണമാണ്. അപ്പൊ അതും നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാവുന്നതാണ്. ഇനി അടുത്തൊരു സംഭവമുണ്ട്, വിഘാടകര്, അതായത് ബാക്ടീരിയ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ. സസ്യങ്ങളായാലും സസ്യഭോജികളുടെയും മാംസഭോജികളുടെയും ജഡാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്നവരാണ് ഏത്? വിഘാടകർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത് ആഹരിക്കുകയും ആഹരിക്കപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം ഊർജം ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭക്ഷ്യശൃംഖല. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റല്ല, അവിടെ എനർജി ഉണ്ടാവുന്നുണ്ട്, അല്ലെ? അതായത് ഒരു എനർജി ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭക്ഷ്യശൃംഖലയിലൂടെ പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ എനർജി കൈമാറ്റം വരുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഫുഡ് ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഇതെല്ലാം പരീക്ഷയ്ക്കകത്ത് വേറെ നേരത്തെ ഉള്ള അല്ലാത്ത നോർമൽ സയൻസിനകത്തൊക്കെ ചോദിക്കുന്നതാണ്. ഭക്ഷ്യ വല, ഫുഡ് വെബ്. ഭക്ഷ്യശൃംഖലയിൽ മാംസ്യഭോജികൾ വിവിധ
വിവിധ ഇനങ്ങളിൽ പെടുന്നുണ്ട്. ഉദാഹരണത്തിന് എലിയെ തിന്നുന്ന പൂച്ച, പൂച്ചയെ തിന്നുന്ന ഉന്നത മാംസഭോജി, അവയെ ഭക്ഷിക്കുന്ന മറ്റു മാംസഭോജികൾ, അങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭക്ഷ്യശൃംഖലയെ ഭക്ഷ്യവല അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നു. ക്ലിയർ? ഫുഡ് വെബ് നിങ്ങൾക്കറിയാം. ഭക്ഷ്യശൃംഖല എന്ന് പറയുമ്പോൾ എന്തുവാ അവിടെ വരുന്നത്? എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് ഫുഡ് ചെയിനകത്ത്. ഇനി ഫുഡ് വെബിനകത്ത് എന്ത് പറഞ്ഞു? ഒരു ശൃംഖലയായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഭക്ഷ്യവലയായിട്ട്, ഫുഡ് വെബായിട്ട് ശൃംഖലയിൽ മാംസഭോജികൾ ഇപ്പൊ പല കാറ്റഗറി ഉണ്ട്. എലിയെ തിന്നുന്ന പൂച്ച, പൂച്ചയെ തിന്നുന്ന ഉന്നത മാംസഭോജി, അവയെ ഭക്ഷിക്കുന്ന മറ്റു മാംസഭോജികൾ, ഇങ്ങനെ ഉള്ള ഭക്ഷ്യ ശൃംഖലയെ, അതായത് ഫുഡ് ചെയിന്റെ കോമ്പിനേഷന് പറയുന്ന പേരാണ് ഭക്ഷ്യവല എന്നാണ് പറയുന്നത്. ഭക്ഷ്യവല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. വനജൈവ, അതായത് നമ്മളിപ്പോ പല രീതിയിലുള്ള ബയോമുകളുണ്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ. വനഭൂമിയില്, മരുഭൂമിയില്, പുൽപ്രദേശത്ത്, ജലത്തില്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. ഇതൊന്നും നമ്മൾ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കണം. ഫോറസ്റ്റ് ബയോം, മരുഭൂമിയിലുള്ളത്, ഗ്രാസ് ലാൻഡിലുള്ളത്, അക്വാട്ടിക് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡിൽ, അതായത് പർവ്വത ബയോം എന്നിങ്ങനെ ബയോമുകളെ പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വനജൈവ ബയോം, അതാണ് ഫോറസ്റ്റ് ബയോം എന്ന് പറയുന്നത്. ദെൻ മരുഭൂമി ജൈവ ബയോം, പുൽപ്രദേശ ജൈവ ബയോം, ജല ജൈവ ബയോം, പർവ്വത ബയോം എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ജലപരിവൃത്തി എന്ന് പറയുന്നത്, അഥവാ ജലചക്രം എന്ന് പറഞ്ഞത്, ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലുമുള്ള ജലത്തിന്റെ ചംക്രമണത്തിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞത്. അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതാവാം. അതിന്റെ ഒരു സൈക്കിളിന് പറയുന്ന പേരാണ് വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞത്. എല്ലാ ജീവജാലങ്ങൾക്കും വായുമണ്ഡലത്തിനും കരമണ്ഡലത്തിനും അവയ്ക്കിടയിലുള്ള ജലചംക്രമണ പരിവൃത്തി ഉണ്ട്. അപ്പം ജലചംക്രമണം റീസൈക്കിൾ അല്ലെങ്കിൽ ജലം, അതായത് അതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോകത്തില്ലേ, അതായത് ഖരത്തിൽ നിന്ന് വാതകത്തിലേക്ക്, വാതകത്തിൽ നിന്ന് ലിക്വിഡിലേക്ക്, അങ്ങനെയുള്ള ഒരു സൈക്കിൾ അവിടെ ഉണ്ട്. ക്ലിയർ? അതിനെയാണ് ജലപരിവൃത്തി കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി കാർബൺ പരിവൃത്തി എന്ന് പറഞ്ഞത്, അത് നമ്മൾക്ക് ഇതിലൂടെ അതിന്റെ കൂടെ സബായിട്ട് വരുന്നതാണ് കാർബൺ പരിവൃത്തി. ജീവജാലങ്ങൾ വഴി കാർബൺ ഘടകങ്ങൾക്ക് പരസ്പര രൂപമാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് കാർബൺ പരിവൃത്തി എന്ന് പറയുന്നത്. എല്ലാ ജൈവ ഘടകങ്ങളും കാർബൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ജൈവ ഘടകങ്ങളും എന്തുകൊണ്ടാണ്? കാർബൺ കൊണ്ട്. ഓക്സിജൻ പരിവൃത്തി എന്ന് പറയുമ്പോൾ എന്തുവാ? കാർബോഹൈഡ്രേറ്റുകൾ ഓക്സീകരിക്കപ്പെടുമ്പോൾ ഊർജത്തോടൊപ്പം എന്തും റിലീസ് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നുണ്ട്. ഇത് ഓക്സിജൻ പരിവൃത്തിയുടെ ഉദാഹരണം ആണ്. അപ്പം ഓക്സിജൻ പരിവൃത്തിയിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും എന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഓക്സിജന്റെ പരിവൃത്തിയിൽ ലഭിക്കുന്നത് എന്താണ്? ഓക്സിജൻ സൈക്കിളില് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്. നൈട്രജൻ പരിവൃത്തി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ 79% നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിനുള്ള നൈട്രജനെ സ്വാഭാവിക രീതിയിൽ സാംശീകരിച്ച് സസ്യങ്ങൾ ജൈവ സംയുക്തങ്ങളാക്കി മാറ്റുകയും സസ്യഭോജികൾ ഈ സസ്യങ്ങളെ ഭക്ഷണമാക്കുന്നതിലൂടെ വിവിധ രൂപത്തിലുള്ള നൈട്രജൻ സംയുക്തങ്ങൾ അവയിൽ സാംശീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഭക്ഷിക്കപ്പെടുന്ന ജീവികളും സസ്യങ്ങളും ചത്ത് ജീർണിക്കുമ്പോൾ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി നൈട്രേറ്റുകൾ വിഘടിക്കപ്പെടുകയും നൈട്രജനായി പരിണമിക്കുകയും ചെയ്യുന്നു. അതാണ് നൈട്രജൻ പരിവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സസ്യങ്ങൾ ജൈവ സംയുക്തങ്ങളായി മാറ്റപ്പെടുകയും സസ്യഭോജികൾ ഈ സസ്യങ്ങളെ ഭക്ഷണമാക്കുന്നതിലൂടെ വിവിധ രൂപത്തിലുള്ള നൈട്രജൻ അവയിൽ സാംശീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അതായത് സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ചത്ത് ജീർണിക്കുമ്പോൾ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി എന്ത് വിഘടിക്കുന്നു? നൈട്രേറ്റുകൾ വിഘടിക്കുന്നു. അപ്പൊ നൈട്രജൻ ആയിട്ട് ഉണ്ടാവുന്നു. അതാണ് നൈട്രജൻ പരിവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക.
ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് ഇതെടുക്കാം. അതും ഒരു ഏകദേശം കുറേ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 20ഓളം മിനിറ്റ് ഉണ്ട്. അപ്പം അത്രയും കൂടെ കാര്യം പഠിച്ചു വെക്കാം. അപ്പം നമ്മൾ നാളെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മെയിൻസുമായി ബന്ധപ്പെട്ട് മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സിൻ്റെയും PDF-ഉം ലൈവ് സെഷൻസ് അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസോടെ വെച്ചിട്ട് ഡെയിലി ടൈം ടേബിൾസ് വെച്ച് കൃത്യമായിട്ട് 3 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കാണും. അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. പിന്നെ കൃത്യമായിട്ട് പഠിക്കാന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് ഈസി ആയിട്ട് ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ് 100%. അത്രയും നിങ്ങൾ എഫോർട്ട് എടുക്കണം. അപ്പം താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.